നമ്മുടെ ദൈവമേ, നമ്മുടെ അടുക്കും ചിട്ടയും പ്രാസവും ഈ വലിയ പാസ്റ്റർമാർ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടില്ലയോ? ഇങ്ങനെ സൗണ്ട് എടുത്തു ഇതൊന്നും വേണ്ട. എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല. പാട്ട് പാടി കഴിഞ്ഞാൽ അതിന്റെ താളം വരത്തില്ല. അങ്ങനെ ഞാൻ കർത്താവിനോട് ഇരുന്ന് കരഞ്ഞപ്പോ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, എന്നെ മഹത്വപ്പെടുത്താത്തവരുടെ പാട്ട് എനിക്ക് വേണ്ട. നീ ഏത് ശ്രുതി താളം തെറ്റിച്ച് പാടിയിരുന്നാലും ആ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോ അതിന്റെ അമ്മ ആദ്യം അമ്മേ എന്ന് ഉറക്കം വിളിക്കത്തില്ല. എന്തോ ആയിരിക്കും അത് വിളിക്കുന്നത്? മേ മേ ഇങ്ങനെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. പക്ഷെ അമ്മയ്ക്ക് അവിടെ ഭയങ്കര സന്തോഷമാണ്. അച്ഛന്നല്ല ആദ്യം വിളിക്കുന്നത്, ച. ഈ ഇച്ചാച്ച കേൾക്കുമ്പോ തന്നെ അവിടെ നമുക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് പോകും. പാട്ടുകൾ പഠിപ്പിക്കും, നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. ഇതെല്ലാം പഠിപ്പിക്കാനാണ് കാര്യസ്ഥനായിട്ട് പരിശുദ്ധാത്മാവിനെ യേശുക്രിസ്തു നമുക്ക് തന്നേക്കുന്നത്. നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് തുണ നിൽക്കുക. അതുകൊണ്ട് തന്നെ ധൈര്യം, നമ്മുടെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ധൈര്യത്തിന്റെ ആത്മാവാണ്, സുബോധത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവാണ്. അതുകൊണ്ട് തന്നെ ആ പരിജ്ഞാനം, ആ ധൈര്യം നമ്മൾ നേടണം. മറ്റുള്ളവരെന്തോ ചിന്തിച്ചോട്ടെ, മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ, നമ്മൾ തെറ്റിക്കോട്ടെ, നമ്മുടെ കർത്താവ് നമ്മളോട് നമ്മുടെ വാക്കുകൾക്ക് നമ്മൾ പറയുന്ന നമ്മുടെ ഹൃദയത്തിൽ നിന്നാണോ? ദൈവത്തിന് അത് മതി. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കൊടുക്കുന്നത് മതി. അല്ലാതെ അവിടെ പ്രാസം ഒപ്പിച്ചും മറ്റുള്ള കാര്യങ്ങളിലൊന്നും നമ്മുടെ കർത്താവിന് വേണ്ട. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. വിധവമാർക്കും അനാഥർക്കും സമീപസ്ഥനാണ് കർത്താവ്, ആണല്ലോ. അങ്ങനെ നമ്മൾക്ക് നമുക്കറിയാമെങ്കിൽ നമ്മുടെ എളിയവരായിട്ടുള്ളവരുടെ പ്രാർത്ഥനകൾ, അറിവില്ലായ്മയിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും ഫലമുള്ളതാണിത്. നമ്മളെല്ലാം വലിയ പഠിത്തങ്ങൾ പഠിച്ചുകൊണ്ടും ഇങ്ങനെയുള്ള മിനിസ്ട്രികൾ ചെയ്തുകൊണ്ടുള്ള പരിചയമുള്ളവരല്ല. നമ്മൾ ഹിന്ദുക്കളിൽ നിന്ന് മാറി എന്റെ കർത്താവിനെ അറിഞ്ഞ് ജാതികളുടെ ഇടയിൽ നശിച്ചു പോകാനുള്ള നമ്മളെയാണ് ആ പാപത്തിൽ നിന്നൊക്കെയും വിടുവിച്ച് കർത്താവ് കൊണ്ടുവന്നത്. ആ കർത്താവ് കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ അറിവുകേടുകളെ അവിടെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മുടെ ബലഹീനതയ്ക്ക് എന്റെ കർത്താവ് നമുക്ക് തുണ നിൽക്കുന്നുണ്ടാവും. ആമേൻ, സ്തോത്രം.